SFI ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി ഹെഡ്മാസ്റ്റർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഹെഡ്മാസ്റ്റർ അവധി നൽകിയത്. സംഘർഷമുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് അവധി നൽകിയത് എന്നാണ് പ്രധാനാധ്യാപകൻ ടി സുനിലിന്റെ വിശദീകരണം. കേൾക്കാം. അവധി കൊടുത്തിട്ടില്ല. ഒരു സ്കൂളിന് അവധി കൊടുക്കാൻ ഹയർ അതോറിറ്റിയോട് ചോദിക്കാതെ HMന് അധികാരമില്ല. ഒരു 7ഓളം SFI പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നതെന്നും അവരുടെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലെ നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പുണക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് നോട്ടീസ് വന്നു. സ്കൂൾ വിടാൻ മടിച്ചു. ഒരുപാട് ലേറ്റാക്കിയപ്പോൾ അവരിവിടെ വിട്ടു പോകുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ വിട്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വിദ്യാർത്ഥി സംഘടന വന്നു. അപ്പോൾ നമ്മൾ സ്കൂൾ വിടാതെ ഇരുന്നു. അത് കോംപ്ലിക്കേറ്റഡായി. അപ്പോൾ പോലീസിനെ വിളിച്ചു. അപ്പോൾ പോലീസ് ഞങ്ങളോട് ചോദിച്ചു. അവസാനം ഇതാണ് ഹെഡ്മാസ്റ്ററുടെ വിശദീകരണം. സംഭവം വിവാദമായതിന് പിന്നാലെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി DD ഓഫീസ് ഉപരോധിച്ചു. അതും കാണാം. എന്തായാലും ഈ വിഷയത്തിൽ DOയിൽ നിന്ന് കോഴിക്കോട് DD റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ റാലിയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ വിട്ടത് എന്നുള്ളത് വ്യക്തമാണ്. ഈ വിഷയത്തിൽ KSUവിന്റെ പ്രതിഷേധം എന്തിനാണ്? അധ്യാപകന്റെ പ്രതിരോധം എങ്ങനെയാണ്? ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അരുൺകുമാർ, കോഴിക്കോട് നടന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ അവസാന ദിനമായിരുന്നു ഇന്ന്. സമാപനത്തോടനുബന്ധിച്ച് റാലിയും പ്രകടനവും എല്ലാം നടത്താൻ SFI നിശ്ചയിച്ചിരുന്നു. ഈ റാലിയിലേക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ പഠിപ്പ് മുടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകന് SFI നേതാക്കൾ കത്തു നൽകിയത്. ഈ കത്തു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10:30 വിദ്യാർത്ഥികൾക്ക് ഈ പ്രധാന അധ്യാപകൻ അവധിയും പ്രഖ്യാപിച്ചു. സ്കൂളിലെ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രധാന അധ്യാപകൻ അവധി നൽകിയത്. ഇതോടുകൂടി ഈ സംഭവം വലിയ വിവാദമായി. പിന്നീട് പ്രധാന അധ്യാപകൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയത് SFIയുടെ നേതാക്കൾ സ്കൂളിലെത്തി, 7ഓളം SFIയുടെ നേതാക്കൾ സ്കൂളിലെത്തി ഇത്തരത്തിൽ തങ്ങൾ പഠിപ്പ് മുടക്കുകയാണെന്ന് കാര്യം പറഞ്ഞു. അതിന് പിന്നാലെയാണ് താൻ അവധി നൽകിയത്. മുൻപും സമാനമായ രീതിയിൽ KSU നേതാക്കൾ എത്തുകയും പഠിപ്പ് മുടക്ക് നടക്കുകയാണ് എന്ന് തന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ അവധി നൽകാതിരുന്നപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് വിദ്യാലയത്തിലേക്ക് എത്തിയ പോലീസ് തന്നോട് ഈ പഠിപ്പ് മുടക്കുമായി സഹകരിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. അതിനാലാണ് ഇത്തവണ താൻ ഇത്തരം ഒരു പഠിപ്പ് മുടക്കിന് അല്ലെങ്കിൽ ഈ ഒരു അവധിക്ക് സമ്മതം മൂളിയത് എന്നുള്ള കാര്യമാണ് പ്രധാന അധ്യാപകൻ ഒരു വിശദീകരണമായി നൽകുന്നത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ KSU വലിയ പ്രതിഷേധവുമായി എത്തി. DD ഓഫീസിൽ മുന്നിൽ KSU പ്രവർത്തകർ ഉപരോധിച്ചു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ DD ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് DOയിൽ നിന്ന് DD റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ